കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും. രാവിലെ 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് അടക്കം ചർച്ചയാകും എന്നുള്ളതാണ് വിവരം. MG മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു ദുരന്തമാണ് അങ്ങ് കുവൈത്തിൽ നടന്നത്. നിരവധി മലയാളികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇതുവരെ 7 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ ഈ മന്ത്രിസഭാ യോഗം? ഇത് തീർച്ചയായും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുകയും ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ ഒരു വിഷയം തന്നെയാണ്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ഒരു തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. കാരണം ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ സഹായം ഉടൻ എത്തിക്കാൻ നടപടി ഉണ്ടാക്കണമെന്നായിരുന്നു ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കൂടാതെ കുവൈത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ നിരോധിച്ചതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ആരംഭിക്കാനിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങടക്കം ഒഴിവാക്കുകയും സമാപന ചടങ്ങടക്കം ഒഴിവാക്കുകയും ചെയ്തു. കൂടാതെ സെമിനാറുകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി ഇതിന്റെ സഭാ സമ്മേളനം മാത്രമായിരിക്കും നടക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കൂടാതെ തന്നെ ഇവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ കേന്ദ്ര സർക്കാർ ധനസഹായം ഈ മരിച്ചവരുടെ കുടുംബത്തിനായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായവും ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം, കൂടാതെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഊർജിതമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അടിയന്തര യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാരെയും സഹകാർ വൃത്തങ്ങൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ചതിന് പുറമെ വിദേശകാര്യ സഹമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു മൃതദേഹങ്ങൾ ഉടനെ തിരികെ എത്തിക്കുക, കൂടാതെ ഇത് ആരൊക്കെയാണെന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം നിലവിൽ 7 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്നുള്ള കണക്കുകൾ വെച്ച് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരെ കൂടി ഉടൻ തിരിച്ചറിയുന്നതിന് വേണ്ടി DNA പരിശോധന അടക്കമുള്ളവ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൂടി ശ്രമങ്ങൾ ഊർജിതമാക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. റൈറ്റ്. കുവൈറ്റിലെ ആ തീപിടുത്തത്തിൽ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുകയാണ്. രാവിലെ 10 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരും. അതിൽ എങ്ങനെ മൃതദേഹങ്ങളൊക്കെ ആ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമെന്നുള്ളതാണ് MG മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കുവൈറ്റ് തീപിടുത്തത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. KP